മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ച ഭംഗിയൊരുക്കി റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മൂന്നാർ മുതൽ ആനയിറങ്കൽ അണക്കെട്ട് വരെ ഗ്യാപ് റോഡിലൂടെ ഡബിൾ ഡെക്കർ ബസ് സർവീസ് നടത്തും. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാഴ്ചകൾ സൗകര്യപ്രദമായി കണ്ടാസ്വദിക്കാൻ അവസരമൊരുക്കുകയെന്ന ലക്ഷ്യത്തിലാണ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് KSRTC ഒരുക്കിയിട്ടുള്ളത്. ബസ്സിനുള്ളിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കൂടുതൽ വിശാലമായി കാണാമെന്നതാണ് ഈ ബസിന്റെ പ്രത്യേകത. മുകൾ വശത്തും ഇരുവശങ്ങളിലും ഗ്ലാസ് പാനലുകളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ബസ് സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുവരെ കാണാത്ത ഒരു മൂന്നാർ കാണാനുള്ള അവസരമാണ് ഈ ബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാറിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് പോകുവാൻ വേണ്ടി ചിന്നക്കനാലിൽ പോകാം, മറയൂരിൽ പോകാം, മാട്ടുപ്പെട്ടിയിൽ പോകാം. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളെല്ലാം കാണുന്നതോടൊപ്പം മറ്റൊരു അനുഭവം കൂടി പകർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് രൂപകൽപ്പന ചെയ്തത്. മൂന്നാർ മുതൽ ആനയിറങ്കൽ അണക്കെട്ട് വരെ ഗ്യാപ് റോഡിലൂടെ ഡബിൾ ഡെക്കർ ബസ് ദിവസവും സർവീസ് നടത്തും. പകൽ സമയത്ത് മാത്രമാണ് ബസ് സർവീസ് ഉണ്ടാകുക. ബസിന്റെ മുകൾ നിലയിലും താഴത്തെ നിലയിലും നിരക്കിൽ വ്യത്യാസമുണ്ടാകും. കുടിവെള്ളം ഉൾപ്പെടെ ബസ്സിൽ ക്രമീകരിച്ചിട്ടുണ്ട്. റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് മൂന്നാറിന്റെ ടൂറിസത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി പറഞ്ഞു. മൂന്നാറിലേക്ക് നിലവിൽ KSRTC നടത്തുന്ന ഉല്ലാസയാത്രാ സർവീസുകളും സൈറ്റ് സീൻ സർവീസുകളും മികച്ച ജനപിന്തുണ നേടിയിട്ടുണ്ട്. ഇതിനൊപ്പമാണ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസും മൂന്നാറിലെ നിരത്തിൽ നിറസാന്നിധ്യമാകുക. ബസിന്റെ ഉദ്ഘാടന ചടങ്ങിലെത്തിയ മന്ത്രിയെ ഒരു വിഭാഗം ടാക്സി തൊഴിലാളികൾ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചു. ടാക്സി തൊഴിൽ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ന്യൂസ് മലയാളം, ഇടുക്കി.